എൻ്റെ പേര് നിരുപമ. ഞാൻ IIM Indore ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിംഗ് മാനേജ്മെന്റിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IPM നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്ലബ്സ് ആൻഡ് കമ്മിറ്റീസ്. അപ്പോൾ IPM പറയുകയാണെങ്കിൽ ഫസ്റ്റ് 3 ഇയേഴ്സിന് വേണ്ടിയിട്ട് ഒരു സ്റ്റുഡന്റ് ആക്ടിവിറ്റി കൗൺസിൽ ഉണ്ട്. ഈ ഒരു കൗൺസിലാണ് അവിടുത്തെ സ്റ്റുഡൻസിന്റെ അക്കാഡമിക് ആയാലും അതുപോലെ അവിടെ അക്കോമഡേഷൻ എന്ത് കാര്യം എക്സ്ട്രാ കരിക്കുലർ എല്ലാ കാര്യങ്ങളും ഈ IPM ഫസ്റ്റ് 3 ഇയേഴ്സിലെ സ്റ്റുഡൻസിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ ഒരു കൗൺസിലാണ്. അപ്പോ ഈ ഒരു കൗൺസിലിന്റെ ഭാഗമായിട്ട് there are different committees and clubs. അപ്പോ അതിൽ ഓരോന്നിനെ നമ്മൾ പരിചയപ്പെടാൻ പോവാണ് ഈ വീഡിയോയില്. അപ്പോ കമ്മിറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ 4 കമ്മിറ്റീസ് ആണുള്ളത്: അക്കാഡമിക്, ഇൻഫ്രാസ്ട്രക്ചറൽ, സ്പോർട്സ്, പിന്നെ മീഡിയ, PR ആൻഡ് ഔട്ട്റീച്ച്. ഇതിൽ ഓരോന്നിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി കാണും. ക്ലബ്സില് ആക്ടിവിറ്റി ക്ലബ്, സോഷ്യൽ ക്ലബ് ആൻഡ് എന്റർപ്രണർഷിപ്പ് സെൽ. അക്കാഡമിക് കമ്മിറ്റി പറഞ്ഞാല് അതായത് നമ്മുടെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഓരോ കമ്മിറ്റിയിലേക്കും നമ്മുടെ ബാച്ചിന് റെപ്രസെന്റേറ്റീവ്സിനെ എലക്ട് ചെയ്യും. ഇതിന് ഒരു വലിയ പ്രോസസ് ഉണ്ട്. അതായത് പ്രീ പ്രോസസ്, റിട്ടേൺ പ്രോസസ് ഉണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ഇന്റർവ്യൂസ്, പിന്നെ ഫൈനലി ഒരു വോട്ടിംഗ് റൗണ്ട് ഉണ്ട്. അങ്ങനെ ഈ റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഓരോ ക്ലബ്സ് ആൻഡ് കമ്മിറ്റീസിലേക്കും നമ്മുടെ ബാച്ചിൽ നിന്ന് ഓരോ എലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും. സോ ഈ ഒരു അക്കാഡമിക് കമ്മിറ്റിയില് എന്താണ് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് നമ്മുടെ ബാച്ചിന്റെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതും അതുപോലെ കോഴ്സസിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ നടത്തുന്നതും അതുപോലെ മെയിൻലി പ്രൊഫസേഴ്സിനെ ക്ലാസ്സിൽ അസിസ്റ്റ് ചെയ്യാനും ഒക്കെ എന്താണ് ഈ ഒരു കാറ്റ്കോമിലെ മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഉള്ളത് ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റി, അതിന് ഇൻഫ്രാകോം എന്ന് പറയും. നമ്മുടെ ഹോസ്റ്റലിൽ നമ്മുടെ അക്കോമഡേഷൻ, അതുപോലെ മെസ്സിലെ ഫുഡ്, ട്രാൻസ്പോർട്ട്, സെക്യൂരിറ്റി, സ്റ്റുഡന്റ് അഫയേഴ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും. അതായത് ഹോസ്റ്റൽ സ്റ്റുഡൻസിന് ഇപ്പം പുതിയ ഫെസിലിറ്റീസ് ഇപ്പോൾ നമ്മുടെ പ്രസന്റ് ആയിട്ടുള്ള ഇൻഫ്രാകോം നമ്മുടെ ഹോസ്റ്റലിൽ നമുക്ക് വാഷിംഗ് മെഷീൻ, പ്രിന്റേഴ്സ്, കോഫി മെഷീൻ, ഇങ്ങനത്തെ പുതിയ ഫെസിലിറ്റീസ് നമുക്ക് ആവശ്യമുള്ളത് എന്തും, അതുപോലെ നമുക്ക് ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് ഒക്കെ ഇവിടെയാണ് പറയുക. ആൻഡ് അവരാണ് അത് സോൾവ് ചെയ്ത് തരുന്നത്. അതാണ് ഇൻഫ്രാകോം. ആൻഡ് പിന്നെ ഉള്ളത് സ്പോർട്സ്കോം, ക്യാമ്പസിലെ സ്പോർട്സിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. നമുക്ക് സ്പോർട്സ് ഫെസിലിറ്റീസ് അവൈലബിൾ ആക്കി തരിക, അതുപോലെ വേരിയസ് സ്പോർട്സ് ടൂർണമെന്റ്സ് നമ്മുടെ IPM ബാച്ചിൽ കണ്ടക്ട് ചെയ്യുക, അതുപോലെ വേറെ പുറത്ത് നടക്കുന്ന സ്പോർട്സ് ഇവന്റ്സിനെ പറ്റി നമ്മളെ ഇൻഫോം ചെയ്യുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് സ്പോർട്സ് കോമിൽ വരുന്നത്. പിന്നെ മീഡിയാകോം, IPM അതായത് IPM പുറം ലോകത്തോടുള്ള എന്താണ് നമ്മൾ പുറം ലോകത്ത് നോക്കുമ്പോൾ IPM എന്താണെന്ന് കാണുന്നത് അത് ഈ മീഡിയാകോമിലൂടെയാണ്. അതായത് പബ്ലിസിറ്റി, അതുപോലെ എന്താണ് ഔട്ട്റീച്ച് പ്രോഗ്രാംസ്. IPM ഇസ് റിലേറ്റീവ്ലി ന്യൂ കോഴ്സ്, 2011 വന്നത്. അപ്പൊ അതിനെ പറ്റി ഒരുപാട് ഔട്ട്റീച്ച് പ്രോഗ്രാംസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മീഡിയാകോം നടത്തുന്നുണ്ട്. പിന്നെ ക്ലബ്സിലേക്ക് വരുമ്പോൾ ആക്ടിവിറ്റി ക്ലബ്, ക്യാമ്പസിൽ എന്ത് ഫെസ്റ്റിവൽസിന്റെ സെലിബ്രേഷനും അതുപോലെ ഒരുപാട് അതായത് നമ്മുടെ ഒരു ഡീസ്ട്രെസ്സിങ് തന്നെ പറയാം. അങ്ങനെ ഒരുപാട് നമുക്ക് പ്രോഗ്രാംസ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നത് ആക്ടിവിറ്റി ക്ലബാണ്. ട്രഷർ ഹൺസ്, അങ്ങനെ ട്രഷർ ഹൺസ്. പിന്നെ മോസ്റ്റ്ലി എല്ലാ ഫെസ്റ്റിവൽസിനും തന്നെ നമുക്ക് പ്രോഗ്രാംസ് ഉണ്ടാവും. പിന്നെ ഉള്ളത് ഈ സെല്ല് നമുക്ക് മെയിൻലി നമുക്ക് IBM സ്റ്റുഡൻസിനും ഒരു ബിസിനസ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇന്റേൺഷിപ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇന്റേൺഷിപ്സ് നമുക്ക് ഓഫർ ചെയ്യാനും, അതുപോലെ കേസ് സ്റ്റഡി കോമ്പറ്റീഷൻസ്, വേറെ ഇവന്റ്സ്, പിന്നെ നമുക്ക് ഗസ്റ്റ് ലെക്ചേഴ്സ്, അങ്ങനെ ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ സെൽ. പിന്നെ സോഷ്യൽ ക്ലബ്ബ്, നമ്മുടെ സോഷ്യൽ ക്ലബിന്റെ പേര് ആശ എന്നാണ്. സോ നമ്മുടെ IPM കമ്മ്യൂണിറ്റിയെ കൂടുതൽ സോഷ്യലി സെൻസിറ്റീവ് ആക്കാനും, അതുപോലെ ഒരുപാട് അവയർനെസ് പ്രോഗ്രാംസും, പിന്നെ ഡൊണേഷൻ ഡ്രൈവ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് സോഷ്യൽ ക്ലബിന്റെ ഡൊമൈനിൽ വരുന്നത്. പിന്നെ ഇത് കൂടാതെ ഇതെന്ന് പറഞ്ഞാല് 7 ക്ലബ്സ് ആൻഡ് കമ്മിറ്റീസ് ആണ്. അതുപോലെ നമുക്ക് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ഉണ്ട്. അതായത് ഇതൊക്കെ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ആണ്. സോ ഇതില് നമുക്ക് മെമ്പേഴ്സ് ആവാം. ഇതിൽ ഡാൻസിനുണ്ട്. സോ ആംപ്ലിഫൈ എന്ന് പറഞ്ഞാൽ മ്യൂസിക്കിന്റെ ആണ്. അതുപോലെ ഫോട്ടോഗ്രാഫി, പിന്നെ അതുപോലെ അങ്ങനെ ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ട്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് ഗ്രൂപ്പാണ് IAG. പിന്നെ മാർക്കറ്റിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉള്ള ഗ്രൂപ്പ്സ് ഉണ്ട്. ഇക്കണോമി, മാത്തമാറ്റിക്ക, അതൊക്കെ എന്താണ് നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്ന സബ്ജക്ട്സിൽ നമുക്ക് കൂടുതൽ അറിയാനും ഇന്ററാക്ട് ചെയ്യാനും അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തരുന്ന സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഇതിലൊക്കെ നമുക്ക് മെമ്പേഴ്സ് ആവാം. ഇതിൽ മെമ്പേഴ്സ് ആവാൻ പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല. നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ചെയ്യാം. അങ്ങനെ ഒരുപാട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും, അതുപോലെ ഇങ്ങനെ ഫസ്റ്റ് ഇയർ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഓരോ പൊസിഷൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റിയാണ് ക്ലബ്സ് ആൻഡ് കമ്മിറ്റീസിലൊക്കെ കിട്ടുന്നത്. അപ്പോ അങ്ങനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും, നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റീസ് ഹോൾഡ് ചെയ്ത് നമ്മുടെ കൂടുതൽ പഠിക്കാനും
നമുക്ക് തന്നെ ഇവോൾവ് ചെയ്യാൻ ഒരുപാട് സാധ്യതകൾ ഒരുക്കുന്ന ഒരു സ്ഥലമാണ് IPM. ഇതിനെ പറ്റി എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.